പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുന്നതിനും 2030 ആകുമ്പോഴേക്കും UAE 100 ദശലക്ഷം കണ്ടൽക്കാടുകൾ നട്ടുവളർത്തി സംരക്ഷിക്കും. 2030 ആകുമ്പോഴേക്ക് ദേശീയതലത്തിൽ 100 ദശലക്ഷം കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ കാർബൺ ശേഖരണ പദ്ധതിയുടെ രൂപരേഖ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം, UAE മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റ് പുറത്തിറക്കി. അബുദാബിയിലെ ജുബൈൽ ദ്വീപിൽ നടന്ന രണ്ടാമത്തെ UAE കാലാവസ്ഥാ വ്യതിയാന കൗൺസിൽ യോഗത്തിലാണ് ഈ പ്രഖ്യാപനം വന്നത്. ജുബൈൽ പാർക്കിലെ കണ്ടൽക്കാടുകളുടെ കൗൺസിൽ അംഗങ്ങൾക്കായി ഒരു ഫീൽഡ് ടൂറും ഇതിൽ ഉൾപ്പെടുത്തി. 2050 നെറ്റ് സീറോ കൈവരിക്കാനുള്ള തന്ത്രപരമായ സംരംഭം നടപ്പിലാക്കാനുള്ള UAEയുടെ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടുന്നതിൽ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള UAEയുടെ തന്ത്രപരമായ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 2050 കാലാവസ്ഥാ പ്രവർത്തന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയും നെറ്റ് സീറോ കൈവരിക്കാൻ വേണ്ടി UAEയുടെ തന്ത്രപരമായ മുന്നേറ്റമാണ് ഇത്. കൂടാതെ ഗവൺമെന്റും സ്വകാര്യ മേഖലകളും തമ്മിലുള്ള പങ്കാളിത്തം, ഏകോപനം, സഹകരണം എന്നിവയിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഈ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നെറ്റ് സീറോ കൈവരിക്കുന്നതിന് കൂടുതൽ ഫലപ്രദമായി സംഭാവന ചെയ്യുക, ആവാസ വ്യവസ്ഥയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി മറിയം ബിത്ത് മുഹമ്മദ് അൽ ഹൈരി പറഞ്ഞു. ദേശീയ തലത്തിൽ കണ്ടൽക്കാടുകളുടെ വ്യാപനത്തിലൂടെ UAEയിലെ നാഷണൽ കാർബൺ സീക്വസ്ട്രേഷൻ പ്രൊജക്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിയെ നേരിടുന്നതിൽ ഏറ്റവും ഫലപ്രദമായ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങളിലൊന്നാണ്. കാരണം അതിന്റെ നിരവധി പാരിസ്ഥിതിക നേട്ടങ്ങൾ അതിന്റെ സവിശേഷതയാണ്. 2030 ആകുമ്പോഴേക്കും കണ്ടൽക്കാടുകളുടെ ലക്ഷ്യസംഖ്യ 30 നിന്ന് 100 ദശലക്ഷം മരങ്ങളായി ഉയർത്താനുള്ള ആഗ്രഹം രാജ്യം പ്രകടിപ്പിക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു. നാഷണൽ കാർബൺ സീക്വസ്ട്രേഷൻ പ്രൊജക്ട് റോഡ് മാപ്പിൽ 4 പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. കണ്ടൽക്കാടുകൾ നടന്ന സ്ഥലങ്ങൾ വിലയിരുത്തൽ, കണ്ടൽ വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിക്കൽ, തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിത്തുകളും തൈകളും നടുന്നതിനുള്ള പരിപാടി, നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ പിടിച്ചെടുക്കുന്ന കാർബണിന്റെ അളവും നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 2030 ഈ അഭിലാഷണീയ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ്, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഒരു സംയോജിത സംവിധാനത്തിനുള്ളിൽ മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റ് അതിന്റെ പങ്കാളികളുമായി പ്രവർത്തിക്കുന്നു. ആഗോള മത്സ്യസമ്പത്തിന്റെ 80% ആരോഗ്യകരമായ കണ്ടൽ ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ സമുദ്ര ജൈവ വൈവിധ്യത്തിന് സുരക്ഷിതവും പ്രകൃതിദത്തവുമായ ആവാസ വ്യവസ്ഥയാകുന്നതിന് പുറമെ കാട്ട് ഉഷ്ണമേഖല മഴക്കാടുകളേക്കാൾ 4-5 മടങ്ങ് കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യാനും പിടിച്ചെടുക്കാനുമുള്ള കണ്ടൽക്കാടുകളുടെ ഉയർന്ന ഫലപ്രാപ്തിയും അപാരമായ കഴിവും നിരവധി പഠനങ്ങളും ശാസ്ത്രീയ ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നു.